ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഡയറക്റ്റായിട്ട് കിടക്കാം. സാധാരണത്തെ ഒരു ദിവസം പോലെ തന്നെ മോർണിംഗ് സോങ്ങോട് കൂടി ഇന്നും പൈസ പൈസ അങ്ങനത്തെ മോർണിംഗ് സോങ്ങോട് കൂടി പതിവ് പോലെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. സോങ് കഴിഞ്ഞ ഉടനെ തന്നെ കിച്ചണിൽ നിവിനെയും അക്ബറിനെയൊക്കെയാണ് കാണിക്കുന്നത്. നിവിൻ്റെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാനുള്ള നിവിനെയും ഷാനവാസിനെയാണ് കാണിച്ചതാണ്. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാനുള്ള കുറച്ച് ടെക്നിക്കുകൾ, അത് സംഭവം രസമായി അല്ലേ. പോയി അനുമോളില്ലെങ്കിലും കിച്ചണിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളിടത്ത് എത്തിയിരിക്കുകയാണല്ലോ ഈശ്വര. ഇനിയിപ്പോൾ അനുമോൾക്ക് എന്താ അവിടെ ഒരു റോൾ ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിക്കും. നിവിൻ ഇനി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോള് കിച്ചണാകെ പ്രശ്നമാവും. അനുമോൾക്കുള്ള ആ ഒരു പിടിവള്ളി നഷ്ടപ്പെട്ട എല്ലാ ചാൻസ് ഞാൻ കാണാണ്ട്. ഓരോ ദിവസം കഴിഞ്ഞിടത്തോളം നവീൻ ഇങ്ങനെ പല പല ഐറ്റംസുകളും പല ടെക്നിക്കുകളൊക്കെ കിച്ചണിൽ കൊടുന്നു കഴിഞ്ഞാൽ അനുമോൾക്ക് അത് വലിയ ക്ഷീണമാവും എന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ശേഷം പിന്നീട് കാണിക്കുന്നതാണ് മെയിൻ സംഭവങ്ങൾ. അവിടുത്തെ മെയിൻ രണ്ട് ഗെയിമേഴ്സായിട്ടുള്ള അനുമോൾ ആൻഡ് അനീഷ്, ഇവർ തമ്മിലുള്ള സംസാരമാണ്. അനീഷേട്ടന് ആദിലും നൂറേ നമ്മൾ അനുമോളോട് ഇങ്ങനെ പ്രശ്നമായി നിൽക്കുന്നത് അനീഷേട്ടന് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കണം. അതിനുവേണ്ടി അവിടെ വേറെ ആരും ശ്രമിക്കണമെന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ പിന്നെ അതിനൊന്നും ശ്രമിച്ച് എല്ലാവരും കുടുംബമൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പോകണമെന്നൊന്നും ആരും വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു മേ ബി ആദിലും നൂറയാണെന്നുണ്ടെങ്കിലും ഇനി അവരെ ഗെയിം ഫോക്കസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ എന്താണെങ്കിലും അനീഷേട്ടന് ഇത് കണ്ട് സഹിക്കാൻ പറ്റില്ല. നമ്മൾ അനുമോളും ഇങ്ങനെ ഒരു ഭാഗത്ത് വിഷമിച്ചിരിക്കുക, ഓരോ തൂണുകളോട് കഥകൾ പറയുക ഒക്കെ ചെയ്യുമ്പോൾ അത് അനീഷേട്ടന് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ എന്തായാലും കുറച്ച് ദിവസമായിട്ട് നമ്മളെ അനീഷേട്ടൻ അനുമോളോട് സംസാരിക്കുന്നതുകൊണ്ടും അനുമോളോട് അടുപ്പം കാണിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ആ വലയിലൊന്നും ചെന്ന് വീണുള്ള ഗെയിം കളയരുതെന്നാണ് എനിക്ക് ലാസ്റ്റ് നിമിഷത്ത് പറയാനുള്ളത്. കാരണം എല്ലാവരും ഗെയിം കളിച്ച് പോണതാണ് ഇനി നല്ലത്. ഒരാൾക്ക് വേണ്ടി അത് അനീഷേട്ടൻ്റെ നല്ല മനസ്സുകൊണ്ടോ എന്തുകൊണ്ടോ ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് സഹായിക്കാൻ പോയിട്ടുണ്ടെങ്കിലും അത് പറഞ്ഞ് ശരിയാക്കാനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഗെയിം കൂടെ ഇല്ലാത്ത അവസ്ഥയിലെത്തും. ഈ ലാസ്റ്റ് നിമിഷത്തിൽ വെറുതെ ഒരു കോംബോ പിടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അനുമോൾ ഡൗൺ ആവാനും ഇനിയിപ്പോൾ മറ്റവരെ ഗെയിം ഇല്ലാതാക്കാനൊക്കെ ഇത് സാധിക്കുമെങ്കിൽ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ നോക്കുമ്പം ഞാൻ വിചാരിക്കുന്നു അനീഷേട്ടൻ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല ഒരു വ്യക്തിപരമായ കാര്യങ്ങൾക്കും മൂപ്പര് എന്തൊക്കെ പറഞ്ഞാലും മൂപ്പര് അനീഷ് എന്നുള്ളൊരു വ്യക്തി അനീഷായിട്ട് നിൽക്കണു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ അയാൾ അങ്ങനെ ആയിരിക്കണം. അയാൾ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി നിൽക്കും അങ്ങനെയൊക്കെ നിൽക്കുള്ള. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അനുമോളും ആദിലേനെയും ഇവരെയും ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മാക്സിമം ശ്രമിച്ചു നോക്കി. പക്ഷേ അനുമോൾക്ക് നല്ല വാശിയുണ്ട്. എനിക്ക് തോന്നുന്നതിൽ ആദിലേക്ക് പിന്നെയും ഈ അനുമോളോട് പിന്നെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അത് വീണ്ടും അവളോടത്ത് സംസാരിക്കണമെന്നും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ എവിടെയൊക്കെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ നടക്കുന്നുണ്ട്. ആ അനുമോൾ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് നൂറയ്ക്ക് അത്രമാത്രം അവർ തമ്മിലൊരു കണക്ഷൻ ഉള്ളതായിട്ട്. അനുമോളും നൂറയും തമ്മിൽ അത്രമാത്രം ഭയങ്കര വലിയൊരു ബോണ്ടുള്ള പോലെ നമുക്ക് തോന്നിയില്ല. പക്ഷെ നൂറയും ആദിലയും നമ്മൾ അനുമോളും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉള്ളത് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതന്നെ അവരെ ആ ഒരു ഫീലിങ്സ് ഭയങ്കര ജെനുവിനാണ് തോന്നുന്നത്. കാരണം രണ്ടാൾക്കുള്ളിലുണ്ട് സംഭവം. പക്ഷെ അനുമോൾ എന്താണെങ്കിലും വെട്ടൊന്നും മുറി രണ്ട് എന്ന് പറയുന്ന പരിപാടിയായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എന്തായാലും ഇനിയും അങ്ങനെ സംസാരിക്കാനും പരിപാടിക്കൊന്നും ഞാനില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പം കഴിഞ്ഞ ദിവസം അനുമോളെ വായുന്നൊരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ആദില പറയണത്. എന്തൊക്കെയോ കണ്ടിട്ടാണ് ഞങ്ങൾ നിൻ്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് കൂടിയത്, അത് എന്ത് കണ്ടിട്ടാണെന്നുള്ളത് പറയാനാണ് പറയണത്. അപ്പം അനുമോള് പറയണത് നമ്മൾ കേട്ട പോലെ എന്താ പറയുക, ഞാനങ്ങനെ പ്രത്യേകിച്ചൊരു സംഭവം കൊണ്ട് ഒന്നുമല്ല പറഞ്ഞത്. പിന്നെ എൻ്റെ പുറത്തത്തെ PR കാരനാണ് ശരി. അതാണെങ്കിലും പുറത്തത്തെ PR കാരനാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നൂറ പറഞ്ഞു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ പറയുന്നുണ്ട് ബേബീനെ വിളിച്ചിട്ട് രണ്ടാളോട് സംസാരിച്ച് പരിപാടി സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതിൽ ബേബീനെ വിളിച്ചിട്ട് ബേബിയും കൂടെ ഇരുന്ന് സംസാരിച്ചാൽ മതി, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനുമോൾ ഓടി പോകുന്നു. അനീഷേട്ടൻ പറയുന്നു അനുമോൾ നിൽക്കൂ, നമുക്ക് സംസാരിച്ച് സെറ്റ് ചെയ്യാം. അനുമോൾക്ക് താല്പര്യമില്ല. അവിടെ അങ്ങനെ ഒരു നാടകം സ്ക്രീൻ ക്ലോസ് ചെയ്യുന്നു. പരിപാടി ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ അവസാനിക്കുന്നു. നാലാളും നാല് വഴിക്ക് പോകുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആദിലയ്ക്ക് ഒരു അനുമോളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പെട്ടെന്നൊന്നും ബ്രേക്ക് ചെയ്ത് പോകണം എന്നുള്ളൊരു താല്പര്യം ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകുമ്പോഴാണ് നമ്മളത് വീണ്ടും സംസാരിക്കുക. കാരണം ഉണ്ടല്ലോ ഇപ്പോൾ അവർ രണ്ടാളെയും കാര്യം എടുത്ത് നോക്കുമ്പോൾ തന്നെ നൂറ് ഉണ്ടല്ലോ പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നില്ല. അവിടെ അനുമോളോട് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അനുമോളോട് സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല. പക്ഷേ അതിൽ പറഞ്ഞതിൻ്റെ പേരിലാണോ എന്ന് സംസാരിച്ച് നമുക്ക് കണ്ടറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു സംസാരത്തിനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതോടുകൂടി നൂറ് ആ പരിപാടി വിട്ട് അടുത്ത പരിപാടി പിടിക്കാൻ പോയി. ആദില വീണ്ടും ഷാനവാസിൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. അതിൽ ഷാനവാസ് നല്ലതായിട്ടോ പറഞ്ഞത്. ഷാനവാസ് പറഞ്ഞു അനീഷ് കാരണം കറക്റ്റ് അല്ലേ, അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് രണ്ടാമത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ, എന്തിനാ വെറുതെ അങ്ങനെ അനാവശ്യമായിട്ടുള്ളൊരു ദേഷ്യത്തിൽ നിൽക്കണം വാശിയിൽ നിൽക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കത് സംസാരിക്കാമല്ലോ, അത് സെറ്റ് ചെയ്യാമല്ലോ, അതിനിപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഷാനവാസ്.
അപ്പോൾ പറയുന്നുണ്ട് ഇല്ല അനുമോൾ ഇപ്പോഴും വാശിയിലാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിലേക്ക് ആ ഒരു പ്രശ്നം ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അതൊരു ഫ്രണ്ട്ഷിപ്പ് അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതൊരു റിയൽ ഫ്രണ്ട്ഷിപ്പ് ആയത് കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം. അനുമോളാണെങ്കിലും പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഇല്ല എന്നൊക്കെ, പക്ഷേ നീ ഇങ്ങനെ പോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തോ അത് അവിടെയും തീരും തോന്നണില്ല. എന്താണെങ്കിലും അതിൻ്റെ ഉള്ളിൽ എല്ലാവരും അവരൊക്കെ ഗെയിം കളിക്കട്ടെ. ഇനിയും ഫ്രണ്ട്ഷിപ്പും ഫാമിലിയും കുടുംബവും ഏട്ടനും അനിയനും കോമ്പോ ഒന്നും കാര്യങ്ങളൊന്നും പിടിച്ച് നടക്കാനുള്ള ഒരു സമയം അവിടെ ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും ഒറ്റയ്ക്ക് കളിക്കാനാണ് നല്ലത്. ഇനി ഗ്രൂപ്പൊക്കെ ഒഴിവാക്കി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ലോകം ഉണ്ടല്ലോ, അതിലവർക്ക് ഫ്രണ്ട്ഷിപ്പോ എന്ത് തേങ്ങയാണെങ്കിലും കൊണ്ടു നടക്കല്ലോ, അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നീട് കാണുന്നത് അവർ ആ റൂമിൻ്റെ ഉള്ളിലുള്ള ഒരു സംസാരമാണ്. അവർ എല്ലാവരും കൂടെ നമ്മളെ സാബുമോനെ മോട്ടറാക്കണോ എന്തെന്നുള്ളത് അറിയില്ല. സാബുമോൻ ഭയങ്കര നിഷ്കളങ്കനായി തോന്നും പല സമയത്തും. അനീഷും ഷാനവാസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, അനുമോളും അനീഷേട്ടൻ അല്ല അയാളെ കൈൻ്റെ ആക്ഷൻ പ്രശ്നം പറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അയാളാണെങ്കിൽ ഫുൾ ടൈം ആക്ഷൻ ഇട്ടൊക്കെ സംസാരിക്കുന്ന ആളായതുകൊണ്ട് എന്താ പറയുക, അനുമോളും അനീഷേട്ടനും തമ്മിലുള്ള കോംബോ ആണെങ്കിലും ഒന്നുമില്ല മൈച്ചളേ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളും അനീഷേട്ടനും തമ്മിലുള്ള കോംബോ ഒന്നും ഇഷ്ടമാവണില്ല, എനിക്കത് വലിയ വർക്കൗട്ട് ആവണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് കാണുന്ന നമുക്കും വലിയ വർക്കൗട്ട് ആവണമെന്നില്ല. അനീഷേട്ടനാണെങ്കിലും അങ്ങനെ ഇപ്പോൾ അനുമോളെ ഒരു ഇതും പിടിച്ച് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. എനിക്കത് ഒട്ടും യോജിക്കാൻ പറ്റണില്ല. അനുമോളും അനീഷേട്ടനും തമ്മിലുള്ളൊരു കോംബോ പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. അനുമോൾ ഒറ്റപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ ഇനിയിപ്പോൾ അയാളെ ഗെയിം സ്ട്രാറ്റജി ആണെന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ അത് ഗെയിം ആവാം. അക്ബറൊക്കെ പറയണ പോലെ എല്ലാവരും അനുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തണില്ല എന്ന് വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യണമെങ്കിൽ അനുമോൾക്ക് അത് എന്തായാലും പോസിറ്റീവാണ്. അനുമോളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് സ്ക്രീനിൽ നിന്ന് റിസൾട്ട് കിട്ടണം. എല്ലാവരും കൂടെ അനുമോൾക്കെതിരെ തിരിയണം. എല്ലാവരും അനുമോളെ പറയുമ്പോൾ പിന്നെ അനീഷേട്ടൻ്റെ ബ്രില്യൻസും ആവാം. കാരണം എല്ലാവരും അനുമോളെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് അനീഷേട്ടൻ മാത്രമാണ് കൂടെ നിൽക്കുന്നത്. എന്താണെങ്കിലും അതെങ്ങനെ പുറത്ത് വർക്കൗട്ട് ആവുക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത ആഴ്ച അങ്ങനെ പെട്ടെന്ന് പുറത്ത് ചാടി പോകേണ്ട ആൾക്കാരും രണ്ടാളും പുറത്തിറങ്ങി ഇപ്പോൾ ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയാണ് ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ. പുറത്ത് പോവില്ലേ എന്നുള്ളതൊന്ന്. അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റേജിൽ ഇനി എനിക്ക് വീണ്ടും എനിക്ക് തോന്നുന്നത് ഇനി ഇപ്പോൾ ഒരു കോംബോ പിടിക്കാൻ പോകാതൊക്കെയാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ രണ്ടുപേരും നല്ല പൊട്ടൻഷ്യലുള്ള നല്ല രണ്ട് ഗെയിമേഴ്സാണ്. അവിടുത്തെ ഏറ്റവും സൂപ്പർ ഗെയിമേഴ്സാണ് രണ്ടുപേരും. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുക എന്നൊക്കെ പറയണമെങ്കിൽ ഇപ്പം ഇനി ഒന്നിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അവർ രണ്ടാൾ ആ സ്ട്രോങ് ആയിട്ടുള്ള ഗെയിം കളിക്കുന്നതന്നെ നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ സംസാരങ്ങളും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസ് വീണ്ടും അനൗൺസ് ചെയ്തിരിക്കുകയാണ് ബിഗ് ബാങ് വീക്ക്. 3.5 ലക്ഷത്തിൻ്റെ പരിപാടിയാണ്. ഇത്ര ദിവസം കണ്ട പോലെ ചില്ലറ പരിപാടി അല്ല ഇത്. 3.5 ലക്ഷത്തിൻ്റെ ഒരു ഗെയിമാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത്. ഗെയിമിൽ വിൻ ചെയ്യുന്ന ആൾക്ക് 3.5 ലക്ഷമാണ് ലഭിക്കാൻ പോണത്. അടിപൊളിയല്ലേ? ഈ ഒരു ഗെയിമിൽ ബിഗ് ബോസ് പറഞ്ഞ പോലെ തന്നെയാണ് ബുദ്ധിയും വേഗതയും എന്താ പറയുക കഴിവും ഒക്കെ കൂടെ ഉണ്ടെങ്കിലേ വിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓരോരുത്തരെയും ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു ബോക്സ് പോലുള്ള സാധനങ്ങൾ ഇങ്ങനെ ഒരു ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് 4 റൗണ്ടായിട്ടാണ് ഗെയിം. അതിൽ ഓരോരുത്തരെയും ഒരാളെ ബോക്സ് എടുത്തിട്ട് ആ വേസ്റ്റ് ബിൻ, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വേസ്റ്റ് ബിന്നും വെച്ചിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ വെച്ചിട്ടാണ് ഗെയിം നടക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വേസ്റ്റ് ബിന്നും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളെ ഫോട്ടോ എടുത്തപ്പോൾ ഞാനും നിങ്ങളുമാണ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഫോട്ടോ എടുത്തിട്ട് നേരെ വേസ്റ്റ് ബിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗെയിമിൽ നിന്ന് ഔട്ടായി. നിങ്ങൾ എൻ്റെ ഫോട്ടോ ഉള്ള ആ ഒരു ബോക്സാണ് വേസ്റ്റ് ബിന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഔട്ടായി. ലാസ്റ്റ് ആരാണ് നിൽക്കുന്നത് അയാൾക്ക് 3.5 ലക്ഷം. ഇതിൽ ഫസ്റ്റ് റൗണ്ട് തന്നെ നമ്മുടെ അനീഷേട്ടൻ, ഈ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ക്രിഞ്ചടിക്കുന്ന പോലെയൊക്കെ തോന്നി. അനീഷേട്ടൻ അങ്ങനെ അനുമോളെ ഞാൻ ജയിപ്പിക്കുന്നുണ്ട്, അനുമോളെ ബോക്സും പിടിച്ചിരിക്കുന്നത്. അതിന് അനീഷേട്ടൻ പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ബോക്സ് എടുത്ത് രക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സമയത്തൊക്കെ നമ്മളെ സേഫാക്കാൻ നോക്കല്ലത് അനുമോളെ രക്ഷിക്കാൻ നോക്കി. അനുമോൾക്കറിയാം, അനുമോൾ നല്ല ബ്രില്യൻ ഗെയിമറാണ്. അനുമോൾക്കറിയാം അനുമോളെ ആരും നോക്കാനും അനുമോളെ സേഫാക്കാനൊക്കെ അനുമോൾക്ക് നന്നായിട്ട് അറിയാം. അതിന് അനീഷേട്ടൻ്റെ അനാവശ്യമായിട്ടുള്ള ഹെൽപ്പ് ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നണില്ല. അതൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ അഭിപ്രായം നിങ്ങൾ പറയും. എനിക്ക് എന്താണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അനീഷേട്ടൻ അത് കഴിഞ്ഞിരുന്ന് ഊഞ്ഞാലിരുന്നിട്ട് പറയുന്നുണ്ട്. അത് നമ്മളോടാണ് പറയണത്. ബിഗ് ബോസിനോട് സംസാരിച്ചിട്ട് നമ്മളെ അറിയിക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഇതിന് മുന്നേ മൂപ്പർ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ വെറുതെ പറയാതെ എനിക്ക് തോന്നണില്ല. മുന്നേയും പറഞ്ഞിട്ട് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ചാവാനും റെഡിയാണ്, എൻ്റെ അവസാനം വരെ എൻ്റെ മുന്നിൽ ഞാനുണ്ടാവും, ഏറ്റവും അവസാനം വരെ ഞാൻ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനുമോളെ സേഫ് ആക്കാനാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പക്ഷേ അതൊക്കെ പുറത്ത് ലൈഫിൽ അത് ഓക്കെയാണ്. ഇതൊരു ഗെയിമല്ലേ. ഇവിടെ വന്നിട്ട് എന്താ പറയുക, അതും എന്താ പറയുക ഇപ്പോൾ പെട്ടെന്നുണ്ടായൊരു ഫ്രണ്ട്ഷിപ്പാണല്ലോ. ആ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ജീവൻ കളഞ്ഞ് നിൽക്കും. എനിക്ക് അത്രയും മനസ്സിലായ ആൾക്കാരെ മാത്രമേ ഞാൻ നല്ല ഫ്രണ്ടായി കാണുള്ളൂ. കുറച്ച് ആൾക്കാരെ മാത്രമേ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കയറ്റുള്ളൂ. ആ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ലാസ്റ്റ് വരെ നിൽക്കും എന്നുള്ളതാണ് അനീഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അനുമോൾ ഇന്നലെ ഭയങ്കര കമ്പനിയായ അനുമോക്ക് വേണ്ടിയിട്ട് അയാൾ സ്വന്തം ഗെയിം തൊലയ്ക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതൊക്കെ എനിക്ക് വളരെ അനാവശ്യമായിട്ടുള്ള പരിപാടികളായിട്ടാണ് തോന്നിയത്. എന്താണെങ്കിലും
അയാൾ അതുകൊണ്ട് തന്നെ അയാളെ പരിപാടി ആദ്യം തന്നെ കയറി അയാളെ പുറത്തായി ഗെയിമിൽ നിന്ന്. അയാൾക്ക് 3 ലക്ഷത്തിനേക്കാളും വലുത് അനുമോളെ സംരക്ഷിക്കുക എന്നുള്ളതായതുകൊണ്ട് അയാളെ 3 ലക്ഷം പോയി കിട്ടിയായി തന്നെ. നൂറ ഷാനവാസിനെ പുറത്താക്കുന്നു. ആദില സാബുമോനെ പുറത്താക്കുന്നു. അക്ബർ നൂറേനെ പുറത്താക്കുന്നു. അങ്ങനെ എന്താണെങ്കിലും അവസാനം അക്ബറും നൂറയും കൂടെ ഗെയിമിൽ വന്നു. നൂറ സമ്മതിച്ചു കൊടുക്കണം അല്ലേ? നമ്മൾ ഗെയിം കളിക്കുന്നതിലൊക്കെ നമ്മൾ ആര്യനെയൊക്കെ പറഞ്ഞെന്ന പോലെയാണ്. ഗെയിം കളിക്കുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. ഫിസിക്കൽ ഗെയിംസും അങ്ങനത്തെ ഗെയിംസൊക്കെ വരുന്ന സമയത്ത് നൂറയ്ക്ക് എപ്പോഴും ഭയങ്കര പ്രത്യേക ഒരു എനർജിയാണ്. ആ ഒരു എനർജീൻ്റെ ഭാഗമായിട്ട് നൂറ അക്ബറുമാണ് ഫൈനലിൽ വന്ന് നിൽക്കുന്നത്. അവിടെയും കൊണ്ടുവന്നു ബിഗ് ബോസ്. എന്ത് ട്വിസ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവന്ന ട്വിസ്റ്റ്, ഇനി ഇവരിൽ രണ്ടാൾക്ക് ആർക്ക് വിന്നർ ആവണം എന്നുള്ളത് വീട്ടുകാർക്ക് തീരുമാനിക്കാമെന്ന് പറയുന്നു. എല്ലാവരും വരിയും നിരയുമായി നമ്മളെ നൂറേൻ്റെ കാര്യമാണ് പറയുന്നത്. അവർക്ക് ക്യാഷിന് അത്യാവശ്യമാണ്. ക്യാഷിന് അക്ബർ പറയുന്ന പോലെ എല്ലാവർക്കും എനിക്ക് പാകം തോന്നി അക്ബറിൻ്റെ ഫേസ് കണ്ടപ്പോൾ. സത്യത്തിൽ എല്ലാവരും പറയുന്നുണ്ട് അത്ര അവർ ടീമായി കളിച്ചില്ല. അത് ശരിയാണ്. എന്നാലും ചില സമയത്ത് കളിക്കായില്ല. അതിൽ നൂറേം തമ്മിൽ ടീമായി കളിച്ചില്ല. കൂടുതൽ ഗെയിമിൻ്റെ സ്പിരിറ്റിൽ കളിച്ചു എന്നൊക്കെ പറഞ്ഞു അക്ബർ പറയുന്നുണ്ട്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കളിച്ചത്. എന്താണെങ്കിലും ക്യാഷിന് അത്യാവശ്യം നൂറൊക്കെയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ആ ക്യാഷ് കൊടുക്കാൻ തയ്യാറായി. അടിച്ചു പ്രൈസ് 3.5 ലക്ഷം നൂറയ്ക്ക് ആൻഡ് അതിലേക്ക്. അവർക്ക് ഭാഗ്യമാണ് അല്ലേ? അവർ രണ്ടാളും ആര് ഗെയിം കളിച്ചാലും പ്രൈസ് അടിക്കുന്നതൊക്കെ രണ്ടാം കൂടെ കിട്ടും. എന്താണെങ്കിലും ആദ്യം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അത്ര വലിയൊരു എഫേർട്ടൊന്നും എടുക്കണില്ല. ഇനിയിപ്പോൾ നൂറ് അങ്ങനെ ഗെയിം എഫേർട്ട് എടുത്ത് സാധനങ്ങൾ വിൻ ചെയ്യും സംഗതികളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ എത്ര കളിച്ചാൽ മതി എന്ന് ചിന്തിക്കേണ്ട എന്താണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഒരു 5-6 പടി മുന്നിൽ നിൽക്കുന്നത് നൂറ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നൂറയ്ക്ക് 3.5 ലക്ഷം കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 3.5 ലക്ഷം. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നെവിൻ നമ്മൾ അനുമോളോടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺവെർസേഷനായി തോന്നി. അവർ തമ്മിൽ കുറച്ച് ദിവസം മുന്നേ ഒരു പ്രശ്നം ഉണ്ടായില്ല. കുറച്ച് നിർബന്ധിച്ചിട്ടാണെങ്കിലും അനുമോൾ വന്നെങ്കിലും അനുമോൾ നല്ല രീതിയിൽ എടുത്തു അത്. അതായത് എനിക്ക് ക്യാഷിന് ഒരുപാട് അത്യാവശ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഗെയിം കളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു മെൻ്റൽ പ്രഷർ എനിക്കുണ്ട്. പിന്നെ അടുത്ത ആഴ്ച എന്ത് പ്രശ്നങ്ങൾ എന്താവും എന്നുള്ളത് അറിയില്ല. ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ നെവിനുണ്ട് എന്ന് പറഞ്ഞിട്ട് നെവിനത് ഭംഗിയായിട്ട് എനിക്ക് നിങ്ങളോട് മനസ്സിൽ ദേഷ്യമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ആ ഒരു പരിപാടികൾ വെള്ളം പാർന്ന പരിപാടിയൊക്കെയാണ് പറഞ്ഞത്. ആ വെള്ളം പാർന്ന പരിപാടിയൊക്കെ അത് ആ ഗെയിമായിട്ട് കണ്ട് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ അക്ബറിനോടും അയാൾ പറയുന്നുണ്ടായിരുന്നു അനുമോളൊരു പാവമാണ് എന്നുള്ളതൊക്കെ. ഇപ്പോൾ പുറത്ത് എന്തൊക്കെ ജഗബോഗയാണ് നമ്മൾ തന്നെ പലവട്ടം എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും നെവിൻ്റെ ഉള്ളിലൊരു നല്ല മനസ്സുണ്ട്. കാരണം അവരൊക്കെ നല്ല ഗെയിമേഴ്സാണ് സത്യം പറഞ്ഞാൽ. ഗെയിം അപ്പോൾ ആര്യനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഗെയിമിനെ ഗെയിമായി കാണാനും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് നമ്മളെ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പെരുമാറാനും ഒക്കെ കഴിവുള്ള ഒരാൾ തന്നെയാണ്. എത്ര നമ്മളെ ഇറിറ്റേറ്റ് ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും നെവിൻ ആ കോൺവെർസേഷൻ അടിപൊളിയായി. അത് അനുമോളാണെന്നുണ്ടെങ്കിലും നെവിനൊക്കെ നന്നായിട്ട് തന്നെ അത് കേട്ടുന്നു, സംസാരിച്ചു, കുഴപ്പമില്ല എന്ന് പറഞ്ഞത് സെറ്റ് ചെയ്തു. അതെനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായി തോന്നി. നെവിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടവും തോന്നി അത് കണ്ടപ്പോൾ. നെവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് അന്ന് പ്രശ്നങ്ങളുണ്ടായി, അതൊക്കെ ഓക്കെയാണ്. ഷാനവാസിൻ്റെ നെഞ്ഞത്തേക്ക് എറിഞ്ഞു ഷാനവാസ് അതിൻ്റെ പേര് ഷാനവാസിന് തന്നെ ഒരു ഐഡിയ ഇല്ല. പാലാണോ എറിഞ്ഞത്, പാലിൻ്റെ ബോക്സാണോ എറിഞ്ഞത്, അത് അവിടുന്ന് വല്ലെന്തോ അമ്മിക്കല്ലോ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞോ എന്നുള്ളതൊന്നും ഷാനവാസിന് ഉറപ്പില്ല. ആൾ അസുഖത്തിന് മോശമാക്കി പറയല്ല. വലിയൊരു ബുദ്ധിമുട്ട് സംഭവിച്ചു, അറ്റാക്ക് എന്നൊന്നും ഞാൻ പറയില്ല, ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് അയാൾ സുഖമായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അത് കാണുന്ന നമുക്കാണെങ്കിലും എനിക്ക് തോന്നണില്ല നെവിൻ അതിന് മാത്രം വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കി അയാളങ്ങനെ അടിച്ച് വീഴ്ത്താൻ പറ്റുന്ന പരിപാടിയൊന്നും ചെയ്തു എന്ന് എനിക്കും തോന്നണില്ല. അനുമോളോടും ഒക്കെ കാണിച്ച പോലെ ഷാനവാസിനോട് പരിപാടി ചെയ്തു എന്ന് മാത്രം. അതിന് ഇയാളെങ്ങനെ അതൊരു ഇനിയിപ്പോൾ കുറേ ദിവസമായിട്ട് മാറ്റി നിർത്തണം. ആ പാവം അത് അയാൾക്ക് ഭയങ്കരമായിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അയാളെ ബിഗ് ബോസ് തന്നെ ഒറ്റപ്പെടുത്തിയ ഫീലൊക്കെ അയാൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇനി അയാൾ ആ ഗെയിമിൽ ഉൾപ്പെടുത്തിക്കൂടെ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം പാവം തോന്നുന്നുണ്ട് പല സമയത്തും അയാൾക്കതൊക്കെ ക്യാഷ് കിട്ടുന്ന കാര്യമല്ലേ. അയാൾ പലവട്ടം പറയുന്നുണ്ട് എനിക്ക് പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുള്ളതാണ്, പക്ഷേ എനിക്ക് ആ ഗെയിം കളിക്കാൻ പറ്റണില്ല എന്നുള്ളത്. അത് ഇനി ആ സാധനം എടുത്ത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ലാലേട്ടൻ അടുത്ത ആഴ്ച വരുമ്പോഴേക്കും ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി അത് എടുത്ത് ഒഴിവാക്കിയിട്ട് എന്താണ് കാര്യം? അത് കഴിഞ്ഞിട്ടുള്ള ആദിലേൻ്റെയും നൂറേൻ്റെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. എനിക്കത് അവർ നമ്മളെ കേൾപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതിനി എങ്ങനെ തെറ്റാണോ എന്താണെന്നുള്ള അറിയില്ല. എനിക്ക് അവരെ രണ്ടാളെ നല്ല ഇഷ്ടമാണ്, അവരെ ഗെയിമൊക്കെ ഇഷ്ടമാണ്. അതൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ എന്നാലും എനിക്ക് അവർ ബേബി നമുക്ക് ആരും ഇല്ലല്ലോ ബേബി, ഈ സാധനങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക് വിടണമായിട്ട് എനിക്ക് തോന്നുന്നു. അവർ അനുമോൾക്ക് PR ഇട്ട് എടുക്കുകയാണെന്ന് പറയണ പോലെ
എനിക്കത് നമുക്ക് അവരിട്ട് തരുന്ന പോലെയാണ്. അങ്ങനെ അവരിപ്പം അങ്ങനെ ആരും ഇല്ലാത്ത ഒരാളുകളൊന്നുമല്ല. ഇപ്പം നമ്മളെ ഒരുപാട് പ്രേക്ഷകർ അവരിഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർ കയറിയപ്പോൾ ഉള്ള പോലെയൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അത് അവർക്കാണെങ്കിലും അത് ചിന്തിക്കാവുന്നേ ഉണ്ടാവുള്ളൂ. അവർക്കിപ്പം വീട്ടുകാരൊക്കെ വന്ന ബാക്കിയുള്ള വീട്ടുകാർ വന്ന സമയത്ത് അവരെ എന്നുള്ള സംസാരങ്ങളെന്നൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നീട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ വളരെ ജെനുവിൻ ആയിട്ടാണ് കളിക്കുന്നത്, നമ്മൾ അത്രയും അടിപൊളിയായിട്ടാണ് ഗെയിം കളിക്കുന്നത്, നമ്മൾ 100% കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ക്യാമറേൻ്റെ നേരെ താഴെ നിന്ന് അവർ രണ്ടാളും സംസാരിക്കുന്നത് പലവട്ടം സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടും ഒക്കെയാണെന്നുള്ളത്. എല്ലാം ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനെ അങ്ങനെ എടുക്കുക അല്ലേ. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ അനീഷേട്ടൻ പോയിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പും അനുമോളും തമ്മിലുള്ള സംഭവം റെഡിയാക്കാനും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നു അനുമോൾ വളരെ ഉറച്ച തീരുമാനത്തിലാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങണ വരെ എന്താണെങ്കിലും ഇത് തീരുമാനമാക്കണ്ട എന്നുള്ള പോലെ തന്നെയാണ് എനിക്ക് അനുമോളുടെ ബിഹേവ് കാണുമ്പോഴും അനുമോളെ സംസാരം കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നിയത്. അതിൻ്റെ ഇടയിൽ കിച്ചണിലൊരു റാപ്പ് നടക്കുന്നുണ്ട്. എൻ്റെ മാൻ, നമ്മളെ അക്ബർ ഒരു രക്ഷയില്ല കേട്ടോ. അയാൾ എന്ത് സെറ്റപ്പില്ല. ഓരോ ആളുകൾ കുറേ സമയം ഇരുന്ന് ആലോചിച്ചൊക്കെ ഉണ്ടാക്കുന്ന റാപ്പും സോങ്ങും അതിൽ ലൈൻസൊക്കെ കണ്ടില്ലേ, ചടപട സാധനം പെട്ടെന്ന് ഇതൊക്കെ അപ്പോൾ വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും അക്ബറിന് അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് അത് നോക്കി പാടാനുള്ളൊരു ഇതൊന്നും സംവിധാനം അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ അപ്പം മനസ്സിൽ നിന്ന് എടുത്ത് പാടണം. ഒരു രക്ഷയില്ല കേട്ടോ. അയാൾ ഇന്ന് അതിനായിട്ട് റാപ്പ് നല്ല അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡി ആയിട്ടാണ് നിൽക്കണമെന്നാണ് ആ സോങ്ങിന്. അതാണെങ്കിൽ അയാൾ കിണ്ണം കാച്ചി പാടി. ഒയ്യോ അടിപൊളി. അത് വേറൊരാൾക്ക് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ പറ്റിയാണ് പാടണമെന്ന് വെച്ചാലും നമുക്ക് ഹേട്ടാവില്ല. നമ്മളും അത് കേട്ട് ഇപ്പം എന്നെ പറ്റിയാണ് അക്ബർ പാടണമെന്ന് വെച്ചാലും നമ്മൾ എൻജോയ് ചെയ്യുന്ന രീതിയിലാണ് അയാളത് പാടുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അടിപൊളിയായിട്ട് സംഗതി സെറ്റ് സാധനം. നമ്മൾ അതിലാനൂറ കോൺവെർസേഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്താ പറയുക, അതിലേക്കും അതുപോലെ നവീൻ പറയണ പോലെ തന്നെ പുറത്ത് പോകുമെന്നുള്ളൊരു പേടിയൊക്കെ കുടുങ്ങിയിട്ട് തോന്നുന്നു. ഫൈനൽ 5 എനിക്കും വരണം എന്നുണ്ട് എന്നൊക്കെ പറയേണ്ട അതില്ല. അപ്പോൾ ഗെയിം കളിച്ചാൽ തന്നെ അതിൽ വരുള്ളൂ, അല്ലാതെ വെറുതെ ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും സ്ട്രോങ് ആയിട്ട് ഗെയിം കളിച്ചാൽ തന്നെ ഇനി അങ്ങോട്ട് നല്ലോണം ഗെയിം കളിക്കേണ്ട ഒരു ആഗ്രഹം കൊണ്ട് മാത്രം കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം നോറേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കുറച്ച് അഹങ്കാരമൊക്കെ കൂടിയുണ്ട് ഫൈനൽ 5 വന്നപ്പോൾ. അതെനിക്ക് അതിൽ കൊടുത്ത മറുപടി അഹങ്കാരമാണോ എന്താണെന്ന് അറിയില്ല, എനിക്കിഷ്ടമായി. ഞാൻ നേടിയെടുത്തല്ലേന്ന്. അങ്ങനെ തന്നെയാണ്, നേടിയെടുത്തത് തന്നെയാണ്. അതിലപ്പോൾ നിൽക്കുന്ന പൊസിഷനും കാര്യങ്ങളൊക്കെ അതിൽ നല്ലോണം എഫേർട്ട് എടുത്ത് നേടിയെടുത്തത് തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് അഹങ്കരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ അഹങ്കാരം കൂടി ഗെയിമിനെ ബാധിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്യണില്ല. അതിനിടയിൽ പുട്ടിന് തേങ്ങയിടുന്ന പോലെ അക്ബറിൻ്റെ ഒരു ഫോണിംഗ് പ്രോഗ്രാമും ഉണ്ടായിരുന്നു. കുറുനാരി ഷോ എന്നൊരു ഫോണിംഗ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അത് അടിപൊളി സംഭവമായി. അങ്ങനെയുള്ള ഫണ്ണായിട്ടുള്ള പരിപാടികളും അതിൻ്റെ ഇടയിൽ വാശികളും പ്രശ്നങ്ങളും സ്നേഹങ്ങളും പരിപാടികളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വീണ്ടും അനൗൺസ് ചെയ്യുന്നു അടുത്ത ഗെയിം. ഒരു ടാസ്ക്കാണ് വിരോധാഭാസം. അത് നമ്മൾ മുന്നത്തെ ഷോയിലൊക്കെ കണ്ടുള്ള സംഭവം തന്നെയാണ്. അവരുടെ അടുത്ത് ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറയണു. ആ ഒരു മഞ്ഞ ഓറഞ്ചോ എന്തോ ഒരു സോഫയിൽ വന്നിരിക്കാൻ പറയണു. എന്നിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ മുന്നേ ഇരുന്നിട്ട് എല്ലാവരോടും റൗണ്ടായിട്ട് ഇരിക്കാൻ പറയുന്നു. ഓരോരുത്തർ ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളതിന് ബന്ധമില്ലാത്തൊരു ഉത്തരം എനിക്ക് തരാം. എന്നിട്ട് ആർക്കാണോ അതിന് സാധിക്കാതെ പോണത്, ആരാണോ പഠിക്കുന്നത് അയാൾ പുറത്ത്. അങ്ങനെ അവർ തമ്മിൽ ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും പുറത്തായും കളിച്ചും അങ്ങനെ പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഫോൺ ഭയങ്കരമായിട്ടൊന്ന് ഹീറ്റായിട്ട് ഫ്ലാഷൊക്കെ ഓഫായിപ്പോയി. അപ്പോൾ ഇതൊന്നും കൂടെ എടുത്തതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വീഡിയോയിൽ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫ്ലാഷ് ആണെങ്കിൽ കണ്ണിക്ക് അടിച്ചിട്ട് എനിക്ക് പുറത്ത് നവീൻ പോളിൻ്റെ പോലെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റണില്ല. അതുകൊണ്ട് എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കണമെന്ന് വലിയ പിടുത്തൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെറുതായി കണ്ണടച്ചാൽ മതി. വിരോധാഭാസം ഗെയിം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗെയിമിൽ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഔട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ സംസാരിക്കാൻ പറ്റാതെ പല ആൾക്കാരും കട്ടായി തമ്മിലാണ്. അക്ബറും സാബുമാനും തമ്മിലാണ് സംസാരിച്ചത്. അതിൽ സാബുമാൻ പഠിച്ച പരിപാടി കൂട്ടി. പിന്നെ നവീനും മനുവും തമ്മിൽ സംസാരിച്ചു. അതിൽ നവീൻ ജയിച്ചു. നൂറ ഷാനവാസ് അതിൽ നൂറ ജയിച്ചു. നൂറ സാബുമാൻ അതിൽ നൂറ ജയിച്ചു. അങ്ങനെ ഓരോരുത്തരും സംസാരിച്ച് അങ്ങനെ ഓരോരുത്തരും പുറത്താക്കി ലാസ്റ്റ് ആര് വന്നു? സാബുമോനും അക്ബറും വീണ്ടും എത്തി. എല്ലാവരും സംസാരിച്ച് അതിങ്ങനെ റൗണ്ട് കറങ്ങി അവസാനം വീണ്ടും സാബുമോനും അക്ബറും തമ്മിൽ. അങ്ങനെ അക്ബർ വിൻ ചെയ്തു. അക്ബറിനോട് വിന്നർക്കുള്ള സമ്മാനം കുറച്ച് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞ് സംഗതി വന്നു. എന്താണ്? അൽഫാം എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നീട് ആ ഷെയർ ചെയ്ത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴും കാണുന്നത് നമ്മൾ നിവിന് അനുമോളുള്ള ഒരു കോൺവെർസേഷനാണ്. നിവിൻ വീണ്ടും അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് അനുമോളെ ബാക്കി ഞാൻ എന്തൊക്കെ ചെയ്താലും അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാക്കി എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലും പറയേണ്ടതിന് അതിൻ്റെ അർത്ഥം ഭയങ്കര സ്നേഹമൊന്നും വിചാരിക്കേണ്ട, പക്ഷേ എനിക്ക് വേറെ ദേഷ്യങ്ങളൊന്നുമില്ല.
അത് ഗെയിമിനെ അപ്പോൾ അനുമോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറഞ്ഞത് ഗെയിമിനെ ഞാൻ ഗെയിമായിട്ട് തന്നെ കണ്ടത് ഒഴിവാക്കി എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. ഇനി അത് വീണ്ടും രണ്ടുപേരും എടുത്തിടുമോ എന്താണെന്ന് അറിയില്ല. നവീൻ അത് ചെയ്യാൻ ഞാൻ ചാൻസ് കാണുന്നില്ല. അനുമോളെ കാര്യം നമുക്ക് ഉറപ്പൊന്നും പറയാൻ വയ്യ. അപ്പം അനുമോൾ പല സമയത്തും അനാവശ്യമായിട്ടുള്ള വാശി, ആ കിച്ചണിലൊക്കെ പല സമയത്തും അനാവശ്യമായിട്ടുള്ള വാശി കാണിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത്രയും വാശിയും ഈ പണിയെടുക്കാത്ത പരിപാടികളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, നൂറേൻ്റെ ക്യാപ്റ്റൻസിക്ക് നൂറ പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അനുമോൾ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഇത്രയും വാശി പിടിച്ച് ജോലി ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാശി അതൊക്കെ അതവിടെ മാറ്റി നിർത്തിയിട്ട് ജോലി ചെയ്യേണ്ടത് ജോലി തന്നെ വേണമല്ലോ. അതിനവർ പറയണത് ചെയ്യില്ല, ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യുമെന്നുള്ളത് അത് ബിഗ് ബോസ് ഹൗസിൽ എത്രമാത്രം നടന്നു പോകുന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ നൂറെ അതിൽ അനുമോളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ല, ബാക്കി എല്ലാ ഫ്രണ്ട്ഷിപ്പുകളും തെറ്റാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അനുമോളായിട്ടുള്ളത്. അപ്പം അതൊരു ഒറ്റപ്പെടലായിട്ട് നമുക്കും ഫീൽ ചെയ്യില്ല. കാരണം അവരെല്ലാവരും കൂടി അനാവശ്യമായിട്ട് ഒറ്റപ്പെടുത്തുമ്പോഴേ അത് ആരെയാണെങ്കിലും ഒറ്റപ്പെടുത്തണ പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ ഒറ്റപ്പെടാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള പരിപാടികൾ കാണിച്ച് ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ മനസ്സിൽ ഒറ്റപ്പെടലായിട്ട് തോന്നുന്നുണ്ടാവില്ല. അത് നമ്മളെ അഹങ്കാരം കൊണ്ട് നമ്മളെ കയ്യിലിരിപ്പോണ്ട് പറ്റിയ പോലെയാണ് ആർക്കായാലും തോന്നുള്ളൂ. അപ്പോൾ അനുമോളത് ശ്രദ്ധിക്കണം, നന്നാവും. എന്താണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നതൊന്നും നമ്മളെ അനുമോള് ചിന്താവിഷ്ടയായ അനുമോളായിട്ട് ഇങ്ങനെ ആ ഒരു ഊഞ്ഞാലിൽ തൂങ്ങിപ്പിടിച്ച് എന്തെന്നില്ലാത്ത വിദൂരതയിലേക്ക് നോക്കി ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നതല്ല ആ ഒരു എപ്പിസോഡ് അവസാനിച്ചത്. അപ്പോൾ അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്ന പോലെ തന്നെ നമുക്കും വിദൂരതയിലേക്ക് നോക്കിയിരിക്കാം. വേണ്ട, നമുക്ക് വിദൂരതയിലേക്കല്ല, ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിരിക്കാം. ഇനി നാളത്തെ ദിവസം എന്തൊക്കെ അവിടെ സംഭവിക്കും എന്നുള്ളത് അല്ലേ. അപ്പോൾ ഞാനും അത് നോക്കട്ടെ. ഇനിയിപ്പോൾ ലൈവിൽ കുറച്ച് നേരം കൂടി കാണുമല്ലോ. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ പിന്നെ നല്ല കൂർക്കം വലിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ പോയി നോക്കി നോക്കട്ടെ എന്തൊക്കെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ടെന്നുള്ളത്. എന്നിട്ട് ബാക്കി നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം, പുതിയ കാര്യങ്ങളായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.